അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ചാണ്. കഴിഞ്ഞതിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കുറച്ച് പാർട്ടും ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെയിനായിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്സ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, പിന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി. ഇത്രയാണ് നമുക്ക് ബ്രീഫായിട്ട് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ സെക്കൻഡ് പാർട്ടായിട്ട് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ് നമ്മളിവിടെ പറയാനായിട്ട് പോകുന്നത്. നയൻറ്റീൻ 75 വരെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. അതിന് ശേഷം ഇന്ദിരാഗാന്ധിയാണ് ഈ ഒരു കോൺസെപ്റ്റ് മുന്നോട്ട് കൊണ്ടുവന്നത്. ചില കാര്യങ്ങൾ കറക്റ്റായിട്ട് അപ്ലൈ ആകാതെ വന്നപ്പോഴാണ് ഇങ്ങനൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ആദ്യം ഈ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി നടന്നു പൊക്കോളും എന്ന ധാരണയിലാണ് അത് ആദ്യം തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവരാറുന്നത്. പക്ഷേ അതിന് ശേഷം കാര്യങ്ങൾ റെഡി ആകുന്നില്ലെന്ന് കണ്ടപ്പോഴത്തേനുമാണ് ഇന്ദിരാഗാന്ധിയാണ് ഇത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ തന്നെ ഇന്ദിരാഗാന്ധിയാണ് ഒരു കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്ത് ഇതിനെക്കുറിച്ചുള്ള ഒരു സ്റ്റഡി നടത്തിയത്. ആ കമ്മിറ്റിയുടെ പേരെന്ന് പറയുന്നത് സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി എന്നാണ്. ഇവരാണ് ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് എന്തൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും, എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നിങ്ങനെ ഒരു സ്റ്റഡി നടത്തിയത്. അപ്പോൾ സ്റ്റഡി നടത്തിയത് ഏത് കമ്മിറ്റിയാണ്? സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി. ഏത് കമ്മിറ്റിയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിന് വേണ്ടി അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി എന്നാണ് ആൻസർ. അപ്പോൾ ഇത് ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഓരോ കാര്യങ്ങൾ പല രാജ്യങ്ങളിൽ നിന്ന്, പല കൺട്രീസിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളതായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, റഷ്യ അല്ലെങ്കിൽ USSRൽ നിന്ന്, അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന കൺസെപ്റ്റ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ ആദ്യം പറഞ്ഞു, 1950 കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോഴത്തേനും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അതിലുണ്ടായിരുന്നില്ല, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വന്നത് അമെൻമെൻറ്റ്, ഏത് അമെൻമെൻറ്റിലൂടെയാണ്? 42nd അമെൻമെൻറ്റ് അല്ലെ മോഡിഫിക്കേഷനിലൂടെയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നിലവിൽ വന്നത്. അത് ഏത് വർഷമാണ് ഈ 42 അമെൻമെൻറ്റ് എന്ന് പറയുന്നത്? 1976. ഈ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്റ്റാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ സ്വരൺ സിംഗ് കമ്മിറ്റി 8 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ് സജസ്റ്റ് ചെയ്തത് ഇന്ദിരാഗാന്ധിക്ക്. ഇന്ദിരാഗാന്ധിയാണ് ഈ കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്തത്. അപ്പോൾ അവർ സ്റ്റഡി നടത്തി 8 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ് സജസ്റ്റ് ചെയ്തത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട്. അതിൽ 5 മാത്രമാണ് അക്സെപ്റ്റ് ചെയ്യപ്പെട്ടത്. ബാക്കി 5 ഇന്ദിരാഗാന്ധി തന്നെ പുട്ട് ഫോർവേഡ് ചെയ്യുകയായിരുന്നു. അങ്ങനെ ടോട്ടൽ 10 അവർ ഇംപ്ലിമെൻ്റ് ചെയ്തു. അപ്പോൾ 1976 42nd അമെൻമെൻറ്റ് ആക്റ്റിലൂടെ 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നിലവിൽ വന്നു. 5 സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റിയും 5 ഇന്ദിരാഗാന്ധിയും കൊണ്ടുവന്നു. അത് 42nd അമെൻമെൻറ്റ്. 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വന്നു. 2002 86th അമെൻമെൻറ്റ് വഴിയാണ് 11th ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആഡ് ചെയ്തത്. അത് ചിൽഡ്രൻ്റെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ നിലവിൽ 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ് കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളത്. ഇത് 42nd അമെൻമെൻറ്റ് 1976 അത് അമെൻമെൻറ്റ് വന്നത്. നിലവിൽ വന്നത് 1977 ജാനുവരി 3 ഇപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനാണെന്നുണ്ടെങ്കിൽ അതിന് ജുഡീഷ്യറിയുടെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് വയലേറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് കോർട്ടിനെ സമീപിക്കാവുന്നതാണ്. അതും ആർട്ടിക്കിളായിട്ട് തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിന് ജുഡീഷ്യറിയിൽ നിന്ന് യാതൊരുവിധ പ്രൊട്ടക്ഷനും ഇല്ല. പിന്നെ ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഇന്ത്യൻസിന് മാത്രമാണ്. പുറത്തുനിന്ന് വരുന്നവർക്ക്, ഫോറിനേഴ്സിന് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആപ്ലിക്കബിൾ അല്ല. ഇത് ഈ അമെൻമെൻറ്റ് വഴി എവിടെയാണ് ആഡ് ചെയ്തത്? ഓൾറെഡി പാർട്ട് 4ഉം അതിൻ്റെ ആർട്ടിക്കിൾസും ഉണ്ട്. പാർട്ട് 4 എന്ന് പറയുമ്പോഴത്തേനും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. 12 to 35 ആണ് പാർട്ട് 4 എന്ന് പറയുന്നത്.
ഇനി അപ്പോൾ അതുകൊണ്ട് തന്നെ അമെൻമെൻറ്റ് വന്നപ്പോഴത്തേനും ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് താഴെയായിട്ട് പാർട്ട് 4A ആർട്ടിക്കിൾ 51A ആയിട്ടാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നിലവിൽ വന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് എഴുതാം. പിന്നെ അതിന് ശേഷം കറക്റ്റായിട്ട് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ പറയുന്ന കാര്യങ്ങൾ ഓരോ പോയിൻ്റ് എന്തൊക്കെയാണെന്ന് അതിന് ശേഷം നോക്കാം. അപ്പോൾ ഫസ്റ്റ് പറയാനാണെങ്കിൽ 1975 വരെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നില്ല. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നില്ല. വരെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നില്ല. അതായത് 1950 to 75 എന്ന് പറയുമ്പോൾ ഏകദേശം 25 വർഷത്തിന് ശേഷമാണ് ഡ്യൂട്ടീസ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ആരാണ് ഒരു കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്തത്? ഇന്ദിരാഗാന്ധി. അന്നത്തെ PM ആയിരുന്നില്ല ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി അപ്പോയിൻറ്റഡ് സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി. Indira Gandhi appointed Sardar Swaran Singh Committee for fundamental duties. ഈ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഏത് രാജ്യത്തിൽ നിന്നാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്? ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം റഷ്യ ഓർ USSR. ഇനി ഏത് അമെൻമെൻറ്റിലൂടെ ഏത് ഇയറിലാണ് വന്നത്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വെയർ ഇൻസർട്ടഡ് ബൈ 42nd Amendment. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് were inserted by 42nd Constitutional Amendment Act 1976. It is also known as mini constitution. It is also known as mini constitution. The committee suggested 8 fundamental duties, out of which only 5 were accepted and other 5 were added by Indira Gandhi. The committee suggested 8 fundamental duties, out of which only 5 were selected and the other 5 were added by Indira Gandhi.
അങ്ങനെ എ ടോട്ടൽ ഓഫ് 5 + 5 10 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് 1976-77 നിലവിൽ വന്നു. എ 11th ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി വാസ് ആഡഡ് വെൻ ഇൻ 2002 by 86th amendment. എ 11th ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി was added by the 86th Amendment 2002. Hence, currently there are 11 fundamental duties. ഇനി 42nd അമെൻമെൻറ്റിലൂടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇംപ്ലിമെൻ്റ് ആയതെന്നാണ്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് came into effect on Jan 3, 1977 through 42nd Amendment 1976. Through 46th Amendment 1976. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് ജുഡീഷ്യറിയിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഉണ്ട്, ഡ്യൂട്ടീസിന് യാതൊരുവിധ പ്രൊട്ടക്ഷനും ഇല്ല. ദർ ഇസ് നോ പ്രൊട്ടക്ഷൻ ഫ്രം ദ ജുഡീഷ്യറി. These duties are only applicable to the Indians, not to foreigners. These duties are only applicable to Indians, not foreigners. ഇനി ഇത് ഡ്യൂട്ടീസ് എവിടെയാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എവിടെയാണുള്ളത്? ദ ഡ്യൂട്ടീസ്, ദ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് comes under Part 4A, Article 51A. The fundamental duties comes under Part 4A, Article 51A. അപ്പോൾ ഇത്രയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൻ്റെ ഇൻട്രോ ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ പോയിൻറ്റ്സ്, പ്രോപ്പർ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കാം. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. ഇതിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തുടങ്ങുന്ന ഇങ്ങനെയാണ്. Article 51A states that it shall be the duty of every citizen, it shall be the duty of every citizen of India it shall be the duty of every citizen of India. ഇനിയാണ് പോയിൻറ്റ്സ് വരുന്നത്. ഇനി 11 പോയിൻറ്റ്സാണ് നമുക്കുള്ളത്. ആദ്യം നിലവിൽ വന്നത് 10 എണ്ണമാണ്, അതിന് ശേഷമാണ് 11ാമത്തെ വന്നത്. അപ്പോൾ ഫസ്റ്റ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്താണെന്ന് നോക്കാം. To abide the Constitution, respect its ideals, institutions, the national flag and national anthem. കോൺസ്റ്റിറ്റ്യൂഷനെ
ഒബേ ചെയ്യാനും അതിനെ റെസ്പെക്റ്റ് ചെയ്യാനും അതിലെ ഐഡിയൽസ്, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും പിന്നെ നാഷണൽ ഫ്ലാഗ്, നാഷണൽ ആന്തം, ഇതിനെ എല്ലാത്തിനെയും അബൈഡ് ചെയ്യുക അല്ലെ മാനിക്കുക എന്നുള്ളതാണ്. അതിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സിറ്റിസൺസ് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഫസ്റ്റ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആയിട്ട് പറയുന്നത്. ആർട്ടിക്കിൾ 51A സ്റ്റേറ്റ്സ് ദാറ്റ് ഇറ്റ് ഷാൾ ബി ദ ഡ്യൂട്ടി ഓഫ് എവറി സിറ്റിസൺ ഓഫ് ഇന്ത്യ ടു അബൈഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ, റെസ്പെക്റ്റ് ഇറ്റ്സ് ഐഡിയൽസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദ നാഷണൽ ഫ്ലാഗ് ആൻഡ് ദി നാഷണൽ ആന്തം. ഇതാണ് ഫസ്റ്റ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി. സോ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇറ്റ് ഷാൾ ബി ദ ഡ്യൂട്ടി ഓഫ് എവറി സിറ്റിസൺ ഓഫ് ഇന്ത്യ ടു അബൈഡ് by the Constitution, it shall be the duty of every citizen of India to abide the Constitution, respect its ideals, institution, the national flag, and the national anthem. So, to abide the Constitution, respect its ideals, institution, the national flag and the national anthem. ഇതാണ് ഫസ്റ്റ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി. ഇനി സെക്കൻഡ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, to cherish and follow the noble ideals which inspired our national struggle for freedom. To cherish and follow the noble ideals which inspired our national struggle for freedom. Our national struggle for freedom. To cherish and follow the noble ideals which inspired our national struggle for freedom. ഇനി തേർഡ് എന്ന് പറയുന്നത് to uphold and protect the sovereignty, unity and integrity of India. To uphold and protect the sovereignty, unity and integrity of India. അടുത്ത ഡി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നാലാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി, ടു ഡിഫെൻഡ് ദ കൺട്രി ആൻഡ് റെൻഡർ നാഷണൽ സർവീസ് വെൻ കോൾഡ് അപ്പോൺ ടു ഡു സോ. ഒരു നാഷണൽ എമർജൻസി വരുന്ന സമയത്ത് സർവീസിന് വിളിച്ചു കഴിഞ്ഞാൽ അതിൽ പങ്കുചേരുക എന്നുള്ളതാണ് നാലാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി. ടു ഡിഫെൻഡ് ദ കൺട്രി ഓർ നേഷൻ, ടു ഡിഫെൻഡ് ദ കൺട്രി ആൻഡ് റെൻഡർ, പ്രൊവൈഡ് ചെയ്യുക, റെൻഡർ നാഷണൽ സർവീസ് when called upon to do so. When called upon to do so. അടുത്ത ഫിഫ്ത്ത് എന്ന് പറയുന്നത്, അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ടു അബൈഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ, റെസ്പെക്ട് ഇറ്റ്സ് ഐഡിയൽസ്, ഇൻസ്റ്റിറ്റ്യൂഷൻ, നാഷണൽ ഫ്ലാഗ് ആൻഡ് ദി നാഷണൽ ആന്തം. To cherish and follow the noble ideas which inspired our national struggle for freedom. ഫ്രീഡത്തിന് നമ്മളെ ഇൻസ്പയർ ചെയ്ത ഐഡിയൽസിനെ എന്താ പറയുക, ഫോളോ ചെയ്യാനും അതിനെ ആദരിക്കാനും ഫോളോ ചെയ്യാനും ഉള്ള ഡ്യൂട്ടി. പിന്നെ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ യൂണിറ്റി, ഇൻറ്റഗ്രിറ്റി, സോവർജിനിറ്റി എന്നീ കാര്യങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത്.
പിന്നെ കൺട്രി ഒരു എമർജൻസി സിറ്റുവേഷനിൽ അല്ലെങ്കിൽ നീഡിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നാഷണൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുക. ഇതാണ് നാലാമത്തെ. ഇനി അഞ്ചാമത്തെ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ടു പ്രൊമോട്ട് ഹാർമണി ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് കോമൺ ബ്രദർഹുഡ് എമംഗ് ഓൾ പീപ്പിൾ. പീപ്പിൾസിനിടയിൽ ബ്രദർഹുഡ് കൊണ്ടുവരിക. പിന്നെ ടു people of India transcending religious, linguistic or sectional diversities to renounce practice derogatory to the dignity of women. എന്താണെന്ന് വെച്ചാൽ ജാതി മത ഭേദമന്യേ ലാംഗ്വേജ്, ജാതി, മതം ഇതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാവർക്കും ഇടയിൽ ബ്രദർഹുഡ് കൊണ്ടുവരിക എന്നുള്ളതും പിന്നെ വുമൻ്റെ ഡിഗ്നിറ്റിയെ മുൻനിർത്തിക്കൊണ്ട് അതിനൊരു കോട്ടം തട്ടാത്ത രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഫിഫ്ത്ത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി പറയുന്നത്. ടു പ്രൊമോട്ട് ഹാർമണി ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് കോമൺ ബ്രദർഹുഡ് എമംഗ് ഓൾ പീപ്പിൾ ഓഫ് ഇന്ത്യ ട്രാൻസെൻഡിങ് റിലീജിയസ്, ലിംഗ്വിസ്റ്റിക് ആൻഡ് റീജിയണൽ ഓർ സെക്ഷണൽ ഡൈവേഴ്സിറ്റീസ് ടു റിനൗൺസ് പ്രാക്ടീസസ് ഡെറഗേറ്ററി ടു ദ ഡിഗ്നിറ്റി ഓഫ് വുമൺ. ടു promote harmony and the spirit of common brotherhood among all people of India, transcending religious, linguistic and regional or sectional diversities. ഒരു തരത്തിലുള്ള വ്യത്യാസങ്ങളും കാണിക്കാതെ എല്ലാവർക്കും ഇടയിലും ഒരു ബ്രദർഹുഡ് കൊണ്ടുവരിക എന്നുള്ളതും സെക്ഷണൽ ഡൈവേഴ്സിറ്റീസ് to renounce practices derogatory to the dignity of woman. To renounce practices derogatory to the dignity of woman. To value and preserve the rich heritage of our composite culture. അടുത്ത ജി എന്ന് പറയുന്നത് ടു പ്രൊട്ടക്റ്റ് ആൻഡ് ഇംപ്രൂവ് ദ നാച്ചുറൽ എൻവയോൺമെൻറ്റ് ഇൻക്ലൂഡിങ് ഫോറസ്റ്റ്, റിവേഴ്സ്, ലേക്സ്, വൈൽഡ് ലൈഫ് ആൻഡ് ടു ഹാവ് കമ്പാഷൻ ഫോർ ലിവിങ് ക്രീച്ചർ. നേച്ചറിനെ കുറിച്ചിട്ടാണ് സെവൻത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി പറയുന്നത്. ടു വാല്യൂ ആൻഡ് to protect and improve the natural environment including forest, rivers, lakes and wildlife and to have compassion for living creatures. To protect and improve the natural environment. To protect and improve the
natural environment including forest, lakes, rivers, and wildlife. And to have compassion for living creature. To protect and improve the natural environment, including forests, lakes, rivers, and wildlife, and to have compassion for living creature. ഇതാണ് 1, 2, 3, 4, 5, 6, 7. സെവൻത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി. അടുത്തത് 8th ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് ടു ഡെവലപ്പ് scientific temper, humanism, and the spirit of inquiry and reform. To develop a scientific temper, humanism, and the spirit of inquiry and reform. To develop the scientific temper, humanism, and the spirit of inquiry and reform. സയൻറ്റിഫിക് ആയിട്ടുള്ള ശാസ്ത്രപരമായ വാസനകൾ ഡെവലപ്പ് ചെയ്യാനും മാറ്റങ്ങളുടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനുമായിട്ടുള്ള ഒരു ഡ്രൈവ് നിലനിർത്തുക എന്നുള്ളതാണ് 8th ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി. അടുത്തത് ടു സേഫ് ഗാർഡ് പബ്ലിക് പ്രോപ്പർട്ടി ആൻഡ് ടു അബ്സർവ് വയലൻസ്. പബ്ലിക് പ്രോപ്പർട്ടി പ്രൊട്ടക്റ്റ് ചെയ്യാനും വയലൻസിന് തടയിടാനുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ടു സേഫ് ഗാർഡ് പബ്ലിക് പ്രോപ്പർട്ടി ആൻഡ് ടു അബ്സർവ് വയലൻസ്. ഇതാണ് 9th ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി. അടുത്തത് 10th 42nd അമെൻമെൻറ്റിലൂടെ കൊണ്ടുവന്ന ലാസ്റ്റത്തെ ഡ്യൂട്ടി. ടു സ്ട്രൈവ് ടുവേർഡ്സ് excellence and in all spheres of individual and collective activity so that the nation rises to higher level of endeavor and achievement. To strive towards excellence in all spheres of individual and collective. To strive towards excellence in all spheres of individual and collective activity. To strive towards excellence in all spheres of individual and collective activity so that the nation rises to a higher level of endeavor and achievement. To strive towards excellence in all spheres of individual and collective activity so that the nation rises to a higher level of endeavor and achievement. അടുത്ത ലാസ്റ്റ് ആൻഡ് 11th ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് 2002 86th അമെൻമെൻറ്റിൽ കൂടി കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവരി പേരൻ്റ് ഓർ ഗാർഡിയൻ
should provide opportunities for education to his child or ward between the age of 6 to 14. Every parent or guardian should provide opportunities for education to his child or ward. സ്വന്തം ചിൽഡ്രനോ അല്ലെങ്കിൽ ഇപ്പോൾ അഡോപ്റ്റ് ചെയ്ത ആളാണെങ്കിൽ കൂടി between the age of 6 and 14 years. ഇതാണ് 86 അമെൻമെൻറ്റിലൂടെ 2002 ആഡ് ചെയ്ത ലാസ്റ്റ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ആദ്യം നമ്മളൊരു ഇൻട്രോ പറഞ്ഞ് 1974 വരെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ഇല്ലായിരുന്നു. ഇന്ദിരാഗാന്ധിയാണ് സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റീനെ നിയോഗിച്ചത്. ഇത് റഷ്യയിൽ നിന്ന് USSR നിന്നാണ് ഈ മോഡൽ നമ്മൾ എടുത്തിട്ടുള്ളത്. 42nd അമെൻമെൻറ്റ് 1976 കൂടിയാണ് ഇത് കൊണ്ടുവന്നത്. ഇത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് 42nd അമെൻമെൻറ്റ് അറിയപ്പെടുന്നത്. കമ്മിറ്റി 8 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് സജസ്റ്റ് ചെയ്ത് അതിൽ 5 സെലക്ട് ചെയ്ത് ബാക്കി 5 ഇന്ദിരാഗാന്ധിയാണ് മുന്നോട്ട് വെച്ചത്. അങ്ങനെ 10 അന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്തു. 1976-77 10 ഇംപ്ലിമെൻറ്റ് ചെയ്തു. അതിനുശേഷം 11ാമത്തത് 86 അമെൻമെൻറ്റ് കൂടി 2002 കൊണ്ടുവന്നു. അങ്ങനെ ഇപ്പോൾ ടോട്ടൽ 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. ഇത് എഫക്റ്റിൽ അന്ന് വന്നത് 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എഫക്റ്റിൽ വന്നത് January 3, 1977 46 അമെൻമെൻറ്റിലൂടെ 42nd അമെൻമെൻറ്റ് 1976. ഇതിന് ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് ജുഡീഷ്യറിയിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഉണ്ട്, പക്ഷേ ഡ്യൂട്ടീസിന് പ്രൊട്ടക്ഷൻ ഇല്ല. പിന്നെ ഇത് ഇന്ത്യൻസിന് മാത്രമാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്, ഫോറിനേഴ്സിന് ആപ്ലിക്കബിൾ അല്ല. ഡ്യൂട്ടീസ് വരുന്നത് പാർട്ട് 4 ആർട്ടിക്കിൾ 51A അപ്പോൾ ആർട്ടിക്കിൾ 51 പറയുന്നത് ഈ 51A പറയുന്നത് ഈ 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ചാണ്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത്രയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്.